ഇത്രയും മനോഹരമായ ഒരു സായാഹ്നം നിർമ്മിച്ച ഈ മക്കളുടെ കലാപരിപാടികൾ ഇനിയും ധാരാളം ഉണ്ട് എന്നുള്ളതുകൊണ്ട് സുദീർഘമായൊരു മുഖ്യ പ്രഭാഷണത്തിൻ്റെ പ്രസക്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും പ്രതീക്ഷാഭവനോടുള്ള എൻ്റെ വ്യക്തിപരമായ ഹൃദയബന്ധവും ഈ നല്ല വിദ്യാലയം ഈ നാടിൻ്റെ ഹൃദയ നന്മകളെ ചേർത്ത് വയ്ക്കാൻ കാണിക്കുന്ന ശ്രദ്ധയും പരിഗണിച്ച് ഒന്ന് രണ്ട് ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വിചാരങ്ങൾ അവസാനിപ്പിച്ചുകൊള്ളാം. വർഷങ്ങൾ കൊണ്ട് പ്രതീക്ഷാഭവൻ തൊടുപുഴ നഗരസഭയ്ക്ക് കേരള സമൂഹത്തിന് നൽകിയത് എന്താണ്? അത് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കഴിഞ്ഞ ജനുവരി 25 പുറത്തിറക്കിയ ഡെലിക്സിറ്റ് നോസ് എന്ന ചാക്രിക ലേഖനത്തിൻ്റെ ഒരു സാര സംഗ്രഹമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നമ്മെ സ്നേഹിച്ചു എന്ന പേരിൽ പരിശുദ്ധ മാർപ്പാപ്പ ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തെപ്പറ്റി, തിരുഹൃദയ സംസ്കാരത്തെപ്പറ്റി ആദ്യമായി ഒരു ചാക്രിക ലേഖനം പുറത്തിറക്കുകയുണ്ടായി. ആ ചാക്രിക ലേഖനത്തിൽ പറയുന്ന ഒരു പ്രയോഗം മുറിവേറ്റ ഹൃദയം ക്രിസ്തു തുറന്നു വെച്ചിരിക്കുകയാണ്, അത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്കുള്ള വാതിലാണ് എന്നാണ്. മുറിവേറ്റ ഹൃദയം, തിരുഹൃദയം ക്രിസ്തുവിൻ്റെ സ്നേഹ സാമ്രാജ്യത്തിലേക്കുള്ള വാതിലാണ്. അപ്പോൾ ഈ മുറിവ് ഒരു വാതിലാണ് എന്ന്, സ്നേഹം ഉള്ളവർക്ക് മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ഒരു അനുഭവമാണ് എന്ന് മാർപ്പാപ്പ സൂചിപ്പിക്കുമ്പോൾ, ഈ തൊടുപുഴ നഗരസഭയുടെ പരിധിയിലുള്ള ഈ ഒരു ജനസമൂഹത്തിൻ്റെ തിരുഹൃദയമാണ് പ്രതീക്ഷാഭവൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് അർത്ഥപൂർണമായ ഒരു അടിസ്ഥാനപ്പെടുത്തലാണ്. കാരണം ഈ പ്രതീക്ഷാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ ഒരുമിച്ച് ചേരുന്നവർ ജീവിതത്തിൽ മുറിവേറ്റവരാണ് എന്ന് മാത്രമല്ല, ആ മുറിവുകളിലൂടെ അവർ അനേകർക്ക് സ്നേഹത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവർ കൂടിയാണ്. അത്തരത്തിൽ പ്രതീക്ഷാഭവന്റെ പരിസരത്തേക്ക് കടന്നു വരുന്നവർ ജാതിമത പരിഗണനകൾക്കപ്പുറത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ പരിതോവസ്ഥകളിൽ ദൈവീകമായ വ്യാഖ്യാനം നൽകി അതിജീവനത്തിൻ്റെ പരിശ്രമം നടത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് ജന്മം നൽകാൻ മനസ്സ് കാണിച്ച മാതാപിതാക്കൾക്ക് എൻ്റെ ഹൃദയവന്ദനം ഞാൻ അർപ്പിക്കുകയാണ്. കാരണം ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ പിറന്നാൽ ആ കുടുംബം പകുതി തളർന്നു എന്ന് അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹാഫ് പാരലൈസ്ഡായി ഒരു ഫാമിലി, ഭിന്നശേഷിയുള്ള ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ, അങ്ങനെ 7,61,000 കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ബുദ്ധിപരവും ശാരീരികവുമായ ഭിന്നതകൾ, ഭിന്നശേഷിയുള്ള മക്കൾ ഉള്ള കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. അതിൽ 3,44,000 കുടുംബങ്ങളിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന മക്കളുള്ള കുടുംബങ്ങളാണ്, ഒരു കുട്ടിയെങ്കിലുമുള്ള കുടുംബങ്ങളാണ്. ഒന്നിൽ കൂടുതൽ മക്കൾ ഭിന്നശേഷിയുള്ള കുടുംബങ്ങൾ കേരളത്തിൽ 17,400 കുടുംബങ്ങൾ ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. 2ഉം 3ഉം മക്കളുള്ള 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. 6 മക്കൾ ദൈവം നൽകിയിട്ടുണ്ട്. 6 മക്കളും
മാനസിക വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷിയുള്ള കുടുംബങ്ങൾ, അങ്ങനെ 2 കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. ഒന്ന് മലപ്പുറത്തും ഒന്ന് തിരുവനന്തപുരത്തും. ഈ 2 ഭവനത്തിലും പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഭിന്നശേഷിയുള്ള മക്കൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കൾ അവർ ദൈവരൂപങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലപ്പുറത്ത് 6 മക്കളും ഭിന്നശേഷിയുള്ള മാതാപിതാക്കളുടെ ആ കുടുംബത്തിൽ ചെല്ലുമ്പോൾ, ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണകാലത്താണ് ഞങ്ങൾ നേതൃത്വം നൽകിയ സീക്രട്ട് എന്ന സംവിധാനം. ആ സംവിധാനത്തിൻ്റെ കീഴിൽ ഭിന്നശേഷിയുള്ള കുടുംബങ്ങൾ അവരുടെ സാമ്പത്തിക അവസ്ഥ നോക്കാതെ തന്നെ അവരെ BPL പട്ടികയിൽ ഉൾപ്പെടുത്തി അവർക്കുള്ള സഹായ സംവിധാനം ഊർജിതപ്പെടുത്താൻ വേണ്ടി ഉമ്മൻചാണ്ടി സാറ് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വം തന്നിരുന്നു. ഞങ്ങൾ പേരെഴുതി കൊടുക്കുന്ന കുടുംബങ്ങളെ BPL ആക്കാം എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഭിന്നശേഷിയുള്ള മക്കളുടെ കുടുംബങ്ങളുടെ അരികിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തതാണ് ഡോക്ടർ MK ജയരാജ് കമ്മീഷന്റെ പശ്ചാത്തലത്തിൽ. അങ്ങനെയാണ് മലപ്പുറത്ത് ഞങ്ങൾ ഈ വീട്ടിൽ ചെല്ലുന്നത്. ഞങ്ങൾ ചെല്ലുന്നു, അവിടുത്തെ കാഴ്ച വളരെ ദാരുണമായൊരു കാഴ്ചയാണ്. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിയാം, ഭിന്നശേഷി കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ ബൗദ്ധിക വെല്ലുവിളിയെ 4 വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. ഇവിടെ ഈ ഡാൻസ് കളിച്ച മക്കൾ എല്ലാവരും തന്നെ മൈൽഡ് ആൻഡ് മോഡറേറ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. സിവിയർ, പ്രൊഫൗണ്ട് വിഭാഗത്തിൽപ്പെടുന്ന മക്കളുണ്ട്. അവരെ ഞങ്ങൾ ലോവർ എബിലിറ്റി വിഭാഗം എന്നാണ് വിളിക്കുന്നത്. അതിൽ വലിയൊരളവ്. ഞാൻ ഈ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ 2 കുട്ടികൾ, അവസാനത്തെ കുട്ടി 6ാമത്തെ മക്കൾ ഇരട്ടകളാണ്. അവർ 2 പേര് മാത്രമാണ് മൈൽഡ് കാറ്റഗറിയിലുള്ളത്. ബാക്കി എല്ലാവരും സിവിയർ, പ്രൊഫൗണ്ട് കാറ്റഗറിയിലാണ്. പ്രൊഫൗണ്ട് കാറ്റഗറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനാണോ എന്ന് പോലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. 2 കിലോ 3 കിലോ അരിയുടെ ചോറ് കഴിക്കും. 120-130 കിലോ ഭാരമുണ്ട്. ഇങ്ങനെ തിണ്ണയിൽ കിടക്കുകയാണ് 2 മക്കൾ. ആ മക്കൾക്ക് സഹോദരങ്ങൾ ആരാണ്, അപ്പനാരാണ്, അമ്മയാണ് ആരാണെന്നൊന്നും അറിയില്ല. മനുഷ്യനാണോ എന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ മക്കൾക്ക് വേണ്ടി ജീവിച്ച ആ മാതാപിതാക്കൾ, ഞങ്ങൾ ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ ബാപ്പ പറയുകയാണ്, ഫാദറെ, ഒരു 7 നെന്മണിയുടെ പ്രശ്നമേ ഉള്ളൂ, അവസാനിപ്പിക്കാം. ആ നെന്മണി അണ്ണാക്കിലേക്ക് ഇട്ടിട്ട് വായെന്ന് അടച്ചു പിടിച്ചാൽ മതി, ആരും ചോദിക്കാൻ വരില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു കൂട്ട ആത്മഹത്യക്ക് കേരളത്തിൽ ഒരു ദിവസത്തിനപ്പുറത്ത് നിന്ന് ആയുസ് ഉണ്ടാവില്ല. ഈ വിഷയങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് ഞാനും എന്നെ പോലെയുള്ള മാതാപിതാക്കളും ജീവിച്ചു മരിക്കാൻ തീരുമാനിച്ചവരാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുചെന്ന ആപ്പിളും ഓറഞ്ചും ഒക്കെ ഈ കുട്ടികളുടെ അമ്മ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിയുന്ന കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവളുടെ മനസ്സ് പോയി ഫാദറെ, അവളുടെ മാനസിക നില തകർന്നു. ആ മനുഷ്യനെ ഓർക്കണം. 6 മക്കൾ, മാനസിക വെല്ലുവിളി നേരിടുന്ന മക്കൾ, ഭാര്യ മാനസിക വിഭ്രാന്തി ആയി കഴിഞ്ഞു. ഇത്തരത്തിൽ കേരളത്തിൽ മനുഷ്യർ ജീവിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുടുംബങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്. ഈ കുടുംബങ്ങളുടെ മാതാപിതാക്കൾക്ക് വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങണമെങ്കിൽ പ്രതീക്ഷാഭവൻ പോലെയുള്ള സ്ഥാപനങ്ങൾ വേണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ പശ്ചാത്തലം പറഞ്ഞത്. ഇങ്ങനെ സ്വകാര്യ മാനേജ്മെന്റുകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ 324 സ്പെഷ്യൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സ്പെഷ്യൽ സ്കൂൾ എന്നുള്ള നിലയിൽ 100-ൽ കൂടുതൽ കുട്ടികളുള്ള സർക്കാർ സ്ഥാപനം എന്ന് പറയാൻ തിരുവനന്തപുരത്തുള്ള പാങ്ങാപ്പാറയുള്ള CH മുഹമ്മദ് കോയ സ്പെഷ്യൽ സ്കൂൾ ഫോർ മെന്റലി ചലഞ്ചർ എന്നുള്ള ഒറ്റ സ്ഥാപനമേ ഉള്ളൂ കേരള സർക്കാരിന്റെ കീഴിൽ. ബാക്കി മുഴുവൻ 1 മുതൽ 20-25 വരെ മക്കൾ മാത്രമുള്ള ബഡ് സ്കൂളുകളാണ്. ഈ 320 സ്പെഷ്യൽ സ്കൂളുകളിൽ 161 സ്പെഷ്യൽ സ്കൂളുകൾ കേരളത്തിലെ കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നും അതിൽ 126 സ്പെഷ്യൽ സ്കൂളുകൾ നടത്തുന്നത് സിസ്റ്റേഴ്സാണ്, കന്യാസ്ത്രീകളാണ് എന്നും ഉള്ള കണക്ക് ഞാനിവിടെ പറയുമ്പോൾ ഈ സിസ്റ്റേഴ്സിന്റെ സമർപ്പണം കൊണ്ട് നാനാജാതി മതസ്ഥരായ ഭിന്നശേഷിയുള്ള മക്കളുടെ മാതാപിതാക്കൾക്ക് ഒരിറ്റ ആശ്വാസം നൽകാനും ഈ മക്കൾക്ക് അതിജീവനത്തിന്റെ
പരിശീലനം നൽകാനും സാധ്യമാകുന്നു എന്നതാണ് ഈ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ പ്രതീക്ഷ നൽകുന്ന സ്ഥാപനമാണ് എന്ന് ഡീൻ കുര്യാക്കോസ് ഒക്കെ പറഞ്ഞതിൻ്റെ പൊരുള്. ഇത്തരത്തിൽ ഈ ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾ നടത്തുന്ന കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റ് സ്ഥാപനങ്ങളോടുള്ള സർക്കാരിന്റെ മനോഭാവം എന്താണ്? മാതാപിതാക്കളുടെ മനോഭാവം നമുക്കറിയാം. ഇവിടെ ഇതുകൊണ്ടോ നിറഞ്ഞു നിൽക്കുകയാണ് മാതാപിതാക്കൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഈ മാതാപിതാക്കളോടും ഈ മക്കളോടും ഈ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂളിനോടുമുള്ള ഈ ഒരു നഗര സഭയുടെയും ഈ പൊതുസമൂഹത്തിൻ്റെയും ആദരവ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട വൈദികരുൾപ്പെടെ സമർപ്പിതരുടെ ഒരു വലിയ സംഖ്യ വിവിധ പൊതുസമൂഹ പ്രവർത്തകരൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഈ സ്ഥാപനം ഈ നാടിൻ്റെ തിരുഹൃദയമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എൻ്റെ പ്രിയപ്പെട്ട സമൂഹത്തോട് എനിക്ക് പങ്കുവയ്ക്കാനുണ്ട്. ഇത്തരത്തിൽ സ്കൂൾ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് മാത്രം വന്ന് ഭിന്നശേഷിയുള്ള മക്കളെ പറ്റി അതിശയോക്തി പുരണ്ട വാക്കുകൾ പുറപ്പെടുവിച്ചിട്ട് തിരിച്ചു പോവുകയല്ല നമ്മളുടെ ഉത്തരവാദിത്വം. പകരം ഈ മേഖലയുടെ പൊതുസമൂഹ സമ്മതത്തിനായി, സാമൂഹികവൽക്കരണത്തിനായി ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദത്തിന് മുകളിൽ നിന്നുകൊണ്ട് കൈകോർത്ത് പരിശ്രമിക്കേണ്ട ഒരു സമയമാണിത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഡീൻ കുര്യാക്കോസ് എം പി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ തിരുവനന്തപുരത്ത് നടത്തിയ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയ സമരത്തെ പറ്റി സൂചിപ്പിക്കുകയുണ്ടായി. അത് ഞങ്ങളുടെ 7ാമത്തെ സമരമാണ്. കഴിഞ്ഞ ആഴ്ച 5000-ഓളം പേരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹണി റോസ് സിസ്റ്ററും ഇവിടെയുള്ള മറ്റ് സിസ്റ്റേഴ്സും ഈ മക്കളും മാതാപിതാക്കളും ഇവിടെ ഇരിക്കുന്ന പേരൻസ് ഉൾപ്പെടെ അവിടെ വന്നത്, അധ്യാപകരുൾപ്പെടെ അവിടെ വന്നത് 5000-ഓളം പേരാണ്. അങ്ങനെ 7 സമരങ്ങൾ ഞങ്ങൾ ഇവിടെ നടത്തി. 21,000 വ്യക്തികളെ, മാതാപിതാക്കളെയും മക്കളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് കഴിഞ്ഞ തിരുവോണത്തിന്റെ തൊട്ട് തലേന്ന് ഞങ്ങൾ പട്ടിണി സമരം നടത്തി. പട്ടിണി സമരം 10,000 പേരും 20,000 പേരും ഭിന്നശേഷിയുള്ള മക്കളും നടത്തിയാലും ഒരു പട്ടി ചത്ത് കിടന്നാൽ അതിന്റെ പിന്നാലെ പോകുന്ന സമൂഹ മാധ്യമങ്ങളും മാധ്യമ സംസ്കാരവും സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളുമൊക്കെ ഞങ്ങളുടെ നിലവിളിയെയോ ഞങ്ങളുടെ പരിദേവനങ്ങളെയോ പരിഗണിച്ചില്ല എന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ അവിടെ എത്തിയത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ സമരത്തിന്റെ സമയത്ത് ഇത് ഏത് പാർട്ടിക്കാരാണ് ഇതിനെ പിന്തുണയ്ക്കുന്നത് എന്ന് സെക്രട്ടേറിയറ്റിൽ നിന്ന് ചോദ്യം വന്നു. അപ്പോൾ ഞാൻ അതിനൊരു മറുപടി കൊടുത്തിരുന്നു. സ്പെഷ്യൽ ഒളിമ്പിക്സ് ഭാരത് കേരളയുടെ സ്റ്റേറ്റ് ഡയറക്ടറും സമരസമിതിയുടെ വൈസ് ചെയർമാനും എന്നുള്ള നിലയിൽ ഞാനൊരു മറുപടി കൊടുത്തു. ഇതിന് രാഷ്ട്രീയമില്ല. ഇടതുപക്ഷക്കാർ ഈ മക്കളുടെ ഇടതുപക്ഷത്ത് വന്ന് നിൽക്കട്ടെ, വലതുപക്ഷക്കാർ ഈ മക്കളുടെ വലതുപക്ഷത്ത് വന്ന് നിൽക്കട്ടെ, മറ്റു പക്ഷക്കാർ മുമ്പിലും പുറകിലും വന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഈ മക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്, ഞങ്ങൾ അഭ്യർത്ഥിച്ചത്. ഈ കഴിഞ്ഞ ആഴ്ച വീണ്ടും ഇതേ ആവശ്യങ്ങളുമായി ഞങ്ങൾ വീണ്ടും ഇതേ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ക്രൈംബ്രാഞ്ച് SP ഉൾപ്പെടെയുള്ള പോലീസ് ഓഫീസേഴ്സ് വന്ന് ഞങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാം, ഞങ്ങൾ ഈ മക്കൾക്ക് വെള്ളം കൊടുക്കാം, എന്തൊരു ഗതികേടാണിത്, ഈ മക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ സർക്കാർ ഇത് പരിഗണിക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ പൊതുസമൂഹത്തോട് പറയാണ്, കഴിഞ്ഞ 10 വർഷമാണ്, കഴിഞ്ഞ 9-10 വർഷമാണ് ഈ കേരളത്തിലെ ഭിന്നശേഷിയുള്ള മക്കൾ ഏറ്റവും ദുരിതം അനുഭവിച്ച വർഷം എന്ന് പറയുന്നതിൽ എനിക്ക് മടിയില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ 10 വർഷവും ഈ മക്കളുടെ കൂടെ തന്നെ നടക്കുന്ന വ്യക്തിയാണ്. ഈ മക്കൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടങ്ങളിൽ എല്ലാ സംഘടനകളെയും കോർത്തിണക്കിക്കൊണ്ട് മുന്നേറുന്നതിൽ ഞങ്ങൾ അരികിൽ നിന്നും മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഈ മക്കളോടൊപ്പം ചരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയുകയാണ്, ഇത്രയേറെ മനുഷ്യത്വമില്ലാതെ, സ്വന്തം കാര്യം ചോദിക്കാൻ കഴിവില്ലാത്ത, സ്വന്തം അവകാശം എന്ത്, നീതി എന്ത് എന്ന് തിരിച്ചറിയാൻ കഴിയില്ലാത്ത ഭിന്നശേഷിയുള്ള ഈ മനുഷ്യ മക്കളോട് ഒരു പട്ടിക്ക് കൊടുക്കുന്ന വില പോലും, കാട്ടുപന്നിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ പുറംവാതിൽ കൊട്ടിയടച്ച് ഞങ്ങളെ പൊതുസമൂഹത്തിന്റെ പരിയമ്പറത്തേക്ക് തള്ളിവിടുന്ന ഈ സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യരഹിതമായി ഈ നയം തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് പറഞ്ഞു,
പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറയുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് സംസാരിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളും പൊതുസമൂഹവും സാമൂഹിക പ്രവർത്തകരും മനസ്സിലാക്കേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാർ DDRS പദ്ധതി വഴി ഭിന്നശേഷിയുള്ള മക്കളിൽ 23 വയസ്സുള്ള മക്കളെ വരെ വിദ്യാർത്ഥി എന്നുള്ള പരിഗണന നൽകി സ്പെഷ്യൽ സ്കൂളിൽ നിലനിർത്താമെന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ 18 വയസ്സുമുള്ള മക്കളെ മാത്രമേ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളായിട്ട് അംഗീകരിക്കുകയുള്ളൂ. 18 വയസ്സുള്ള കുട്ടികളെ മാത്രമേ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളായിട്ട് അംഗീകരിക്കുകയുള്ളൂ. അത് 23 ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെയ്ത സമരം ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിനെതിരാണോ? ജെസി ടീച്ചർ പറ, ആണോ? സാറ് പറ, ആണോ സാറേ? ഈ മക്കൾക്ക് വേണ്ടിയല്ലേ, ഈ മാതാപിതാക്കൾക്ക് വേണ്ടിയല്ലേ, ഇവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ. അത് കേൾക്കാൻ സംസ്ഥാന സർക്കാരിന് മനസ്സ് കാണിക്കാൻ പാടില്ലേ? അത് ചോദിക്കുമ്പോൾ അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ കലർത്തി അതിനെ വഴിതിരിച്ചു വിടുന്ന സംസ്കാരം ആർക്ക് പറ്റുന്നതാണ്? അതുകൊണ്ട് ഞങ്ങൾ അവിടെ തൊടുപുഴയിൽ ചോദിച്ചൊരു ചോദ്യം, സെക്രട്ടേറിയറ്റിൽ തിരുവനന്തപുരത്ത് ചോദിച്ച ചോദ്യം ഞാൻ തന്നെയാണ് ചോദിച്ചത്. മുഖ്യമന്ത്രിയോട്, സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിയോട്, വിദ്യാഭ്യാസ മന്ത്രിയോട് പേരെടുത്ത് വിളിച്ചിട്ട് തന്നെയാണ് ചോദിച്ചത്. ഞങ്ങൾ നിങ്ങളെ ശപിക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ മക്കൾക്കുള്ള അവകാശങ്ങൾ പിച്ച തെണ്ടുന്നത് പോലെ വന്ന് ചോദിക്കുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും മുഖ്യമന്ത്രി, താങ്കളുടെ കുടുംബത്തിൽ ഒരിടത്ത് പോലും ഇത്തരത്തിലുള്ള ഒരു കുഞ്ഞ് പിറക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് ഞാൻ പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി, താങ്കളുടെ കുടുംബത്തിൽ ഒരിടത്ത് പോലും ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് പിറക്കല്ലേ. സോഷ്യൽ ജസ്റ്റിസ് മന്ത്രിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കൂടെ ഹൈന്ദവ സഹോദരങ്ങളുണ്ട്, മുസ്ലിം സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവരാരും അവരുടെ ജാതിയോർത്തല്ല, ജീവിക്കാനുള്ള സാധ്യത നഷ്ടപ്പെടുന്ന ഈ മക്കളുടെ കെട്ട ഗതിയോർത്ത് അതിലൊരു പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ തിരുനാളം കത്തിക്കാമല്ലോ എന്നോർത്താ. ആരും ഒന്നും ചെയ്തില്ലെങ്കിലും ആർക്കും ഇതുപോലെ വരരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഇരിക്കുന്ന മാതാപിതാക്കൾ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ദൈവരൂപങ്ങൾ എന്ന് വിളിച്ചത്. നിങ്ങളുടെ കഷ്ടപ്പാടുകളോട് ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ജീവിതത്തിന് ചലനവേഗവും ആശ്വാസവും തരുന്ന പ്രതീക്ഷാഭവൻ പോലെയുള്ള സ്പെഷ്യൽ സ്കൂളുകൾ ഇവിടെ നിലനിൽക്കണം. എന്നാൽ മാത്രമാണ് ഈ സമൂഹത്തിന്റെ പൊതുനന്മയും മനുഷ്യത്വവും ഉണരുകയുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പരിശ്രമിക്കണം. അതിൽ കക്ഷി രാഷ്ട്രീയം കലർത്താനുള്ള പ്രലോഭനത്തിന് അടിമകളാകുന്ന രാഷ്ട്രീയക്കാരും സെക്രട്ടേറിയറ്റ് ജീവനക്കാരും നിങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി മാറിപ്പോകാനേ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. സാമാന്യ മനുഷ്യബോധമുള്ളവരോടല്ലേ മനുഷ്യത്വത്തെ പറ്റി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷാഭവന്റെ ഈ 46ാമത് വാർഷികം ഞാൻ ഇങ്ങനെ ഒരു ചിന്ത പങ്കുവെച്ചതിൻ്റെ പശ്ചാത്തലം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പറഞ്ഞതാണ്. ഞാൻ ഡീൻ കുര്യാക്കോസ് സാറിനോട് പറഞ്ഞു, ഞങ്ങൾ 140 MLA-മാർക്ക് കത്ത് കൊടുത്തിട്ടാണ് സമരത്തിന് ചെന്നത്. 2 MLA-മാരാണ് ഞങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ വന്നത്. ഒന്ന് മൂവാറ്റുപുഴ MLA കുഴൽനാടൻ സാർ, 2 മോൻസ് ജോസഫ്. ഈ 2 പേരെ അവിടെ എത്തിയുള്ളൂ, ബാക്കി എല്ലാവർക്കും തിരക്കായിരുന്നു. ഇതൊന്നും ആരുടെയും വിഷയമേ അല്ല. പലരുടെയും പ്രയോഗത്തിൽ വന്ന് ഞങ്ങളോട് ചോദിക്കുന്ന ചില ജനപ്രതിനിധികളോട് ഞങ്ങൾ പറയുമ്പോൾ ചിലർ പറയുന്നത്, മാനസിക രോഗമാണല്ലേ എന്നാണ്. മാനസിക രോഗത്തിന് ഈ സ്കൂളല്ലല്ലോ ഫാദറെ വേണ്ടത്, ആശുപത്രിയല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താണ് മാനസിക രോഗം? എന്താണ് മാനസിക വൈകല്യം? എന്താണ് ഭിന്നശേഷി? വർഷങ്ങൾ ജനപ്രതിനിധികളാണെങ്കിലും പലർക്കും ഇതിനെപ്പറ്റി ധാരണയില്ല. ഇതൊക്കെ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ വന്നിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞു പോകുന്നതിനകത്ത് വലിയ കാര്യവുമില്ല. പകരം ഇത് നേടുന്നത് വരെ കൂടെ നിന്ന് പോരാടണം, പൊരുതണം. അത്തരത്തിലുള്ള ഒരു മാനവികതയുടെ ജാഗ്രതാ ബോധം ഉണർത്തിയെടുക്കാൻ മുറിവുകൾ വാതിലുകളായി പ്രഖ്യാപിച്ച് ഹൃദയം തുറന്ന് ഈ നാട്ടിലെ മുഴുവൻ മുറിവേറ്റവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഈ നാടിൻ്റെ തിരുഹൃദയം എന്ന് ഞാൻ പേര് വിളിക്കുന്ന പ്രതീക്ഷാഭവന് കഴിയുന്നുണ്ട്. ഈ പ്രതീക്ഷാഭവന്റെ മക്കളാണ് എൻ്റെ സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടുക്കി ജില്ലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു നല്ല കൈയടി കൊടുക്കാം പ്രിയപ്പെട്ട സദസ്. ആനന്ദനായകനെ എന്ന പ്രാർത്ഥനാ ഗാനം ഭക്തിയോടെ
നർത്തന രൂപത്തിൽ അവതരിപ്പിച്ച മക്കൾ തന്നെയാണ് മധുരൈ മീനാക്ഷിയുടെ ഏറ്റവും വൈവിധ്യപൂർണമായ ചടുലഭാവങ്ങൾ ഇവിടെ അതേ വളരെ വൈവിധ്യത്തോടുകൂടി അവതരിപ്പിച്ചത്. ഈ മക്കളെ ഇങ്ങനെ വ്യത്യസ്തമായ രൂപഭാവങ്ങളിലേക്ക് ഒരുക്കിയെടുക്കുന്നതിൽ ഈ അധ്യാപകർ നടത്തിയ അത്യധ്വാനത്തെ നമിക്കാതെ അവസാനിപ്പിക്കാൻ കഴിയില്ല. ആ അത്യധ്വാനത്തെ നമിക്കുന്നു. അവസാനത്തെ നമ്മുടെ നാടോടിയെ വരെ നമിക്കുന്നു. ഇവിടെ നടന്ന എല്ലാ കലാപരിപാടികളും ഇനിയും വരാനുള്ളതും ഈ തിരുഹൃദയ സന്യാസിനി സമൂഹം കത്തോലിക്ക സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ തിരുഹൃദയ സ്നേഹത്തെ പ്രതി ഈ സമൂഹത്തിന് നൽകുന്ന പ്രാർത്ഥനാ മഞ്ജരികളാണ്. ആദരവർപ്പിക്കുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. എന്നെ ഇത്രയും ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി പറയുന്നു. നമസ്കാരം.